ഹായ്, ഗുഡ് ഈവനിങ്. വലിയൊരു ഞെട്ടലോടെയും നല്ലൊരു ദീർഘശ്വാസത്തോടെയും കൂടിയല്ലാണ്ട് കുറച്ച് നെഞ്ചിടിപ്പോടും കൂടിയല്ലാണ്ട് ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഫോൺ മാറ്റിവെക്കാൻ തോന്നും, അല്ലെങ്കിൽ കാഴ്ച മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയ വലിയൊരു ഭീതി ഉളവാക്കിയ ഒരു കാർത്തികയായിരുന്നു 2025 എൻ്റെ കാർത്തിക രാത്രി. നല്ല നല്ല എല്ലാരെയും പോലെ നന്നായിട്ടൊക്കെ ആഘോഷിച്ചിട്ട് നെഞ്ചിരിപ്പോട് കൂടി കിടന്നുറങ്ങി, നെഞ്ചിരിപ്പോട് കൂടി ഉണർന്ന് അയ്യോ നടന്നതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വേദനയോടെയും വിഷമത്തോടെയും കൂടിയാണ് ഞാനിന്ന് രാവിലെ ഉണർന്നത്. അപ്പൊ നിങ്ങളോടായിട്ട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഷെയർ ചെയ്യണം വേറെ ഒന്നുമില്ല, എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ എൻ്റെ ഫാമിലി ഇഷ്ടപ്പെടുന്നവരെ ഞാൻ അറിയിക്കാറാണ് പതിവ്. അപ്പൊ പിന്നെ എൻ്റെ വിഷമവും വേദനയും കൂടിയൊക്കെ നിങ്ങളുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യാന്ന് കരുതി. എനിക്ക് തോന്നണില്ല നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ എന്നെ എങ്ങനെ ഉൾക്കൊള്ളും, അമ്മയെ എങ്ങനെ ഉൾക്കൊള്ളും, ഞങ്ങളുടെ ഫാമിലി എങ്ങനെ ഉൾക്കൊള്ളും എന്ന് എനിക്ക് അറിയത്തില്ല. ആദ്യമേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ പറയാൻ പോകുന്നത് കേട്ടിട്ട് ആരും ഞങ്ങൾക്ക് ഇത്രയും നാൾ തന്ന സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഇനിയും അങ്ങോട്ട് തന്നെ തുടരണം. ഒന്നും നിന്നു പോകരുത്, അല്ലെങ്കിൽ തീർന്നു പോകരുത്, അല്ലെങ്കിൽ ഇപ്പൊ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഇനിയും സ്നേഹിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആദ്യമേ ഉള്ള റിക്വസ്റ്റ്. ഇന്ന് കാർത്തികയുടെ പിറ്റേ ദിവസമാണ്, ഒരു വൈകുന്നേരമാണ്. രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ തോന്നിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങ് പറയാൻ കരുതിയത്. ഇന്നലെ കാർത്തികയായിരുന്നു. കാർത്തിക റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ ഞാൻ നന്നായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സത്യമായിട്ട് ഇന്ന് ഇടാൻ കരുതിയത്. പക്ഷേ ഇന്ന് ആദ്യം ഈ വീഡിയോ ഇട്ടിട്ട് നാളെ അതിടാന്ന് കരുതി. കാർത്തികയായിട്ട് അമ്മയെ പൊതുവെ നിങ്ങൾക്കറിയാലോ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് അമ്മ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസ് ഇട്ട് കിഴങ്ങൊക്കെ വേവിച്ച് കൊടുക്കാന്നൊക്കെ കരുതിയപ്പം, പക്ഷെ ജോലിക്കാരുള്ളത് കൊണ്ട് വൈകുന്നേരം രാത്രിയിലത്തേക്ക് കിഴങ്ങൊക്കെ വേവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അറിയാമല്ലോ, വൺസപ്പ് ആദ്യമേ പറയാം, ഒരുപാട് പേരുടെ സംശയമാണ് നമ്മുടെ വീഡിയോയിൽ അമ്മ അഭിനയിക്കുന്നത് എങ്ങനെയാണ്, അമ്മയെ കൊണ്ട് ചെയ്യിക്കുന്നതാണോ എന്നുള്ളത്. അല്ല, എല്ലാം പ്രിപ്പേർഡ് ആയിട്ടൊന്നും നമുക്ക് അമ്മയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു സിറ്റുവേഷൻ മേക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് ക്യാമറ കണ്ണുമായിട്ട് ചേട്ടനും അതിൻ്റെ അകത്ത് ഞാനും അഭിനയിച്ച് നിൽക്കണം, എന്നാൽ മാത്രമേ അമ്മയിലെ റിയാലിറ്റി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഇന്നലെ കിഴങ്ങ് വേണമെന്ന് പറഞ്ഞു, അത് വേണമെന്ന് പറഞ്ഞൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇടുന്നുണ്ട്. അതിലൊരു പക്ഷേ നിങ്ങൾക്ക് അതിന്റെ അവസാനം ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടായിരിക്കും തീർന്നിട്ടുണ്ടാവും. അതായത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. കിഴങ്ങ് വേവിച്ച് അമ്മ കഴിക്കുന്നതും സന്തോഷത്തോടു കൂടി ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് തീർക്കണമെന്ന് കരുതിയ ഒരു രാത്രിയായിരുന്നു ഇന്നലെ. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അതിലോട്ടാണ് വരുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ കിഴങ്ങൊക്കെ വേവിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് രാത്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജോലിക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് കിച്ചണിലിരുന്ന് ഒരുവിധ കാര്യങ്ങളൊന്നും മേക്കിംഗ് പറ്റുന്നില്ല. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ, വൈകുന്നേരത്തെ കാര്യമൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ അമ്മയുമായിട്ട് ഞാൻ ഇരുന്ന് കിഴങ്ങൊക്കെ ചുരണ്ടി പറക്കി കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് കിഴങ്ങ് അടുപ്പത്ത് വെക്കാനായിട്ട് ഞാൻ പോയി. കിഴങ്ങ് വേവാൻ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കുമല്ലോ. അങ്ങനെ കിഴങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് സന്ധ്യ കഴിഞ്ഞോണ്ട് കുഞ്ഞയ്ക്കും നന്ദപ്പനും ചോറ് കൊടുക്കണം. നന്ദന് വയ്യായ്ക ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാർത്തികയുടെ തലേ ദിവസം രാത്രി ഞങ്ങൾ ഫുള്ള് ഹോസ്പിറ്റലായിരുന്നു. മോന് വീണ്ടും കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് മെഡിസിൻ നിർത്തിയിട്ട് 1 വീക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വീണ്ടും കോൺസ്റ്റിപ്പേഷൻ വന്ന് രാത്രി 2 ദിവസമായിട്ട് അവൻ നല്ല വേദന പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മിനിഞ്ഞാന്ന് നമുക്ക് രാത്രി SIT കൊണ്ടുപോകേണ്ടി വന്നു. SIT എന്ന് നമ്മളെ മെഡിക്കൽ കോളേജ് ശ്രീ അവിട്ടം തിരുനാളാണ് കേട്ടോ, കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലാണ്. അവിടെ കൊണ്ടുപോയി കുറച്ച് മെഡിസിനൊക്കെ ചെയ്ത് പിന്നെ അതിന്റെ കണ്ടിന്യൂസ്ഡ് ആയിട്ട് ഗ്യാസ്ട്രോണ്ടോളജി OPയിലൊക്കെ ഇന്നലെ രാവിലെയൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടൊക്കെയാണ് ഒക്കെ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 7:30 നന്ദന് ഫുഡ് കൊടുത്താലേ ദഹനം നടക്കുള്ളൂ. കാര്യം മെഡിസിൻ ഇച്ചി പോവാനായിട്ട് മെഡിസിൻ കൊടുക്കണുണ്ട്. അപ്പൊ 7:30 ഫുഡ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്ദപ്പനും കുഞ്ഞമ്മയ്ക്കുമായിട്ട് ഹാളിൽ നമ്മളെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ഒരു പൊട്ടത്തരം ചെയ്തെന്താന്ന് വെച്ചാല്, ഈ അമ്മ വെളിയിൽ ഇരുന്നതാ. മര്യാദയ്ക്ക് അമ്മ നെല്ലിക്കയുടെ മൂട്ടിൽ ഒരു കസേര ഇട്ടിരുന്നതായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ ഈ കിഴങ്ങ് ചുരണ്ടുന്നത് പാവം, ഒന്ന് അമ്മയെ വീടിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒന്നാമത്തെ കാര്യം, 2 അമ്മ അകത്ത് ഈ വീട് വെച്ചതിന് ശേഷം ഇതുവരെയും കയറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ വർക്ക് ഏരിയ ചെയ്യുന്നതിനകത്ത് അമ്മ കയറാത്തതുകൊണ്ട് ഞാൻ അമ്മയെ പിടിച്ചു കയറ്റാൻ നോക്കിയപ്പോൾ ചേട്ടൻ എന്നാൽ ആവണ രീതിയിൽ പറഞ്ഞു, കയറ്റാൻ ശ്രമിക്കരുത്, കാര്യം ഇതിപ്പോ ഞാൻ അമ്മ ഒരു വിധത്തിൽ കയറുന്നില്ല. അമ്മോട് നിന്റെ വീടല്ലേ എന്നുള്ള ഇതായി, കാര്യം റൂം മാതിരി ആയല്ലോ. അപ്പൊ അമ്മ ഞാൻ നിന്റെ വീടിനകത്ത് കയറില്ല എന്ന് അമ്മ വാശി കാണിക്കുന്നുണ്ട്. അതൊരു ഉപരി അമ്മയ്ക്ക് ആ പടിക്കെട്ട് കയറാൻ പറ്റണില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് കയറ്റാൻ ശ്രമിച്ചപ്പോ ചേട്ടൻ ഓൾറെഡി എന്നോട് പറഞ്ഞു, നീ വേണ്ടാത്ത വേലയ്ക്ക് പോവരുത്, അമ്മ മിറ്റത്തിരിക്കട്ടെ, നിനക്ക് അങ്ങനെയാണെങ്കിൽ നീ കിഴങ്ങ് വെളിയിൽ കൊണ്ടുവച്ച് ചുരണ്ട്, അല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും അവിച്ച് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും അമ്മയെ കൊണ്ട് പറയിപ്പിക്കുക. അല്ലാണ്ട് അമ്മയെ ഇതിന് വേണ്ടിയിട്ട് വലിച്ച് കേട്ടെന്ന് ചേട്ടൻ മാക്സിമം നിർബന്ധിച്ചതായിരുന്നു. പക്ഷെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമ്മളെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നൊന്നും നമ്മൾക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അമ്മയെ നിർബന്ധിച്ച് ചേട്ടനും ഞാനും കൂടെ പിടിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഈ അകത്ത് ചുരണ്ടാനുള്ള പോർഷനിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നത്, അതായത് നമ്മളെ വർക്ക് ഏരിയയിൽ. അപ്പൊ ഈ വർക്ക് ഏരിയയിലാണെങ്കിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തറ മുഴുവൻ ചുടുകലിന്റെ പൊട്ടും പിന്നെ നമ്മളെ സിമന്റ് കല്ലിന്റെ പൊട്ടും, അങ്ങനെ കല്ലുകളുടെ ഒരു കൂമ്പാരമാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. തറ ലെവൽ ആയില്ല, കാരണം ഇനി അതിനകത്ത് മണ്ണിട്ട് നികത്തി കോൺക്രീറ്റ് ഇട്ടൊക്കെ വേണം അതിനെ തറ മട്ടമാക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കല്ലിട്ട് നിറച്ചേക്കുന്നത്. കാര്യം അപ്പം കുറച്ച് മണ്ണിട്ടാൽ മതിയല്ലോ. അങ്ങനെ അതുകൊണ്ട് നിറച്ച് കല്ലുകൾ, ഈ കല്ലുകൾ മുഴുവൻ അതിനകത്ത് കിടക്കുവാണ്. അങ്ങനെ ഞാൻ നന്ദപ്പനും എവക്കും ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോ കുഞ്ഞയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണം. ഈ വെള്ളം കൊണ്ടുകിടന്ന് കുടിച്ച് ഹാള് മുഴുവൻ അലമ്പാക്കുമായിട്ട്. പൊതുവേ നമ്മൾ കിച്ചണിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഇന്നലെ മാത്രമാണ് അമ്മ അവിടെ ഇരുന്നതുകൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ ദേഷ്യം ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചത്. കഴിച്ചുകൊണ്ടിരുന്നതിന്റെ കൂടെ തന്നെ കുഞ്ഞ് കിച്ചണിലോട്ട് പോയി. അപ്പൊ ഞാൻ എവിടെ അങ്ങോട്ട് പോകുന്നത് ശ്രദ്ധിച്ച്, എന്തിനാണ് പോണെന്ന് ചിന്തിക്കണില്ല, നടന്നൊക്കെ അല്ലേ കഴിക്കാറ്. അങ്ങോട്ട് പോയി ഒന്നോ രണ്ടോ ഒരു മിനിറ്റൊന്നും ആയിട്ടില്ല, പോയി അങ്ങോട്ട് പോയപ്പോ തന്നെ എന്റെ പട്ടികളെല്ലാം ഭയങ്കരമായിട്ട് കുരയ്ക്കുന്ന സൗണ്ട് കേട്ടു. കുരയെന്ന് പറഞ്ഞാൽ മറ്റേ അലറി വിളിക്കുന്ന മാതിരിയാണ് സൗണ്ട്. അപ്പം കുട്ടികൾ ആരും വെളിയിലില്ല, എല്ലാവരും കൂടിനകത്താണ്. എല്ലാ പട്ടികളും കൂടിനകത്താണ്, ഒരു പട്ടിയും വെളിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പട്ടികൾ വിളിക്കുന്ന വിളിയും അമ്മയുടെ എന്നുള്ള ചെറിയൊരു മുരൾച്ചയും മാത്രം കേട്ടപ്പോ എനിക്കൊരു സംതിങ് എന്തോ ഒരു തോന്നിയിട്ട് ഞാന് നന്ദനും കൂടി ഓടി പെട്ടെന്ന് തന്നെ ഓടി. എന്റെ കയ്യിൽ ചോറുപാത്രം ഇരിപ്പുണ്ട്. ഞാൻ നേരെ അപ്പൊ ഞാൻ ചേട്ടൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ മെഡിക്കൽ സ്റ്റോറിൽ നന്ദന്റെ, ഞാൻ പറഞ്ഞില്ലേ നന്ദന്റെ മെഡിസിൻ ഡോക്ടർ എഴുതിയ മെഡിസിന് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടില്ല. അപ്പൊ നമ്മള് മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ വിളിച്ച്, നമുക്കൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞ് അവൻ വൈകുന്നേരം ഒന്നുകിൽ വീട്ടിൽ കൊണ്ടുതരും, ഇല്ലെങ്കിൽ എടുത്തു വെച്ചേക്കും. അപ്പൊ ചേട്ടൻ കൊണ്ടുവരുന്ന ലേറ്റ് ആയാലെന്ന് കരുതിയിട്ട് മെഡിസിൻ എടുക്കാനായിട്ട് തൊട്ട് താഴെ, നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ അകത്താണ് മെഡിക്കൽ സ്റ്റോർ. മെഡിക്കൽ സ്റ്റോറിലോട്ട് ചേട്ടൻ പോയി. ചേട്ടനെ വിളിക്കാനായിട്ട് ഒരു ഫോൺ എടുത്ത് ഞാൻ ഇങ്ങനെ എടുത്ത് ഫോൺ ഒരു കൈ കൊണ്ട് ചോറും കൊടുത്ത് ഒരു കൈ കൊണ്ട് ചേട്ടനെ വിളിക്കാനായിട്ട് എടുത്ത സമയത്തായിരുന്നു കുഞ്ഞ് അങ്ങോട്ട് പോയത്. എൻ്റെ ആ ഒരു സെക്കൻഡേ ഉള്ളൂ ശ്രദ്ധ മാറിയ സമയത്ത് കുഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അമ്മയുടെ ഒരു മുരൾച്ച കേൾക്കുന്നു, പട്ടികളെല്ലാം കിടന്ന് വിളിക്കുന്നു. ഞാൻ ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, അമ്മയുടെ കാലിനടിയിൽ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന കുഞ്ഞയ്ക്ക് അനങ്ങാൻ പറ്റണില്ല. ഒരു കൈ കൊണ്ട് അമ്മ മുടി മുഴുവൻ ഇറുക്കി ചുറ്റി പിടിച്ച്, അതായത് മൊത്തത്തിൽ കുഞ്ഞയ്ക്ക് മുടിയുണ്ട് അറിയാലോ, മുടി മുഴുവൻ ഇറുക്കി പിടിച്ച്, പറയാൻ പറ്റണില്ല എങ്ങനെയെന്ന്. ഒരു കാലുകൊണ്ട് കുഞ്ഞെ ചവിട്ടി പിടിച്ച് കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് ചവിട്ടി വെച്ചേക്കുന്ന, ഒരു കൈ കൊണ്ട് ജഗ് ഇങ്ങനെ എടുത്ത്, ആ ജഗ് സ്റ്റീൽ ജഗ്ഗാണ്, നമ്മളെ കാർത്തികേയ വീഡിയോയിലൊക്കെ ഞാൻ ജഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങിയതും ഞാൻ കണ്ടോണ്ട് വന്നതും ഞാൻ നന്ദനും കണ്ടോണ്ട് വന്ന് ഒത്തായിരുന്നു. ഒരു നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു സെക്കൻഡ് എനിക്ക് അനങ്ങാൻ പറ്റണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പം ഫോണ് ഞാൻ പെട്ടെന്ന് സിങ്കിനകത്ത് നമ്മൾ വാഷ് ബേസിനകത്ത് ഇട്ട്, അതിനകത്ത് വെള്ളവും പാത്രവും ഒക്കെ കിടന്നാണ്, അതിനകത്ത് കിട്ടു. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ എക്സ്പെക്റ്റഡ് അല്ലല്ലോ, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. നന്ദൻ ഓടിച്ചെന്ന് അമ്മയെ കുറുക്കിൽ ഇങ്ങനെ തള്ളിയിട്ട്, അമ്മ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണം, തള്ളിയിട്ട് മുടിയിൽ നന്ദൻ അള്ളി പിടിച്ച് ആ ഒരു ഗ്യാപ്പിൽ അമ്മ കാലം കണ്ട് അനക്കിയപ്പോൾ കുഞ്ഞയ്ക്ക് അനങ്ങാൻ പറ്റി. സത്യമായിട്ട് അവൾക്ക് വിളിക്കാൻ പറ്റിയില്ല. അമ്മ ചവിട്ടി വെച്ചിരുന്ന ഇതിൽ അവൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അവള് പിടയുന്നുണ്ടായിരുന്നു. ഇവൻ നന്ദൻ ചെയ്തപ്പോഴാണ് എനിക്ക് അനങ്ങാൻ പറ്റിയത്. നന്ദന്റെ മൂവ്മെന്റ് കിട്ടിയിട്ടാണ് എനിക്ക് അനങ്ങാൻ പറ്റിയത്. ഞാൻ ഓടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ജഗ്ഗിനെ പിടിച്ചു വാങ്ങിച്ചിട്ട് കൊച്ചിനെ വലിച്ചെടുത്തിട്ട് അമ്മയ്ക്ക്, ഞാൻ ഇത്രയും സിമ്പിളായിട്ടാണ് അത് പറയുന്നത്, പക്ഷെ അത് ഞാൻ അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഒരു അമ്മ ആസ് എ മദർ ഒരു കാണേണ്ട ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാം പോട്ടെ, എന്റെ നന്ദൻ എന്റെ കുഞ്ഞിനെ വിടെന്ന് പറഞ്ഞ് നന്ദൻ കാണിച്ച ആ ഒരു മൂമെന്റ് പോലും എനിക്ക് വന്നില്ല. അപ്പോഴത്തെ ആ സ്റ്റേജിൽ ഞാൻ അലറി വിളിച്ചിട്ടാണ്, ഞാൻ ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ഈ പട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ അലർച്ചയും കുഞ്ഞിനെ അമ്മ റിലീസ് ചെയ്തപ്പോ കുഞ്ഞിന്റെ കരച്ചിലും നന്ദൻ എന്റെ കുഞ്ഞിനെ വിടെന്ന് പറഞ്ഞ ഒക്കത്തെ അലർച്ചയും ഒക്കെ പരിസരത്തുള്ളവർ കേട്ടായിരുന്നു. ഞാൻ കൊച്ചിനെ എടുത്തിട്ട് നേരെ അമ്മ ഒരു കോസലും ഇല്ല. അമ്മ ഇത് ഇത്രയും ചെയ്തിട്ട് അയ്യോ ഞാൻ ചെയ്തു പോയി അങ്ങനത്തെ ഒരു കുറ്റബോധം അങ്ങനെയൊന്നും ഇല്ലാണ്ട് അമ്മ വീണ്ടും എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട്, പിന്നെ എന്റെ അടുത്ത് വന്നാൽ എനിക്ക് ദേഷ്യം വരൂല, എന്തോ ഒരു വാക്കും പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല അമ്മ എന്തോ പറഞ്ഞു. എന്താ അമ്മ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും കുഞ്ഞയുടെ കയ്യിൽ നിന്ന് വെള്ളം കോൻ അമ്മയുടെ ദേഹത്ത് വീണിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുഞ്ഞെ പോയി പിടിച്ചിട്ടുണ്ടാവും. കാര്യം അമ്മ പടിക്കെട്ടിൽ ഇരിക്കുന്നുണ്ട്. കുഞ്ഞെ പോയി വർക്ക് ഏരിയയും കിച്ചണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. സ്റ്റെപ്പാണ്, ഒരു സ്റ്റെപ്പിനപ്പുറത്ത് വർക്ക് ഏരിയ ആയി. അമ്മ എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരു മുറിക്കാത്ത ഫീല് വന്നു കാണും.
അപ്പോ അമ്മ പറയുന്നത് കൊച്ചി പിടിച്ചെന്നോ വെള്ളം ഒഴിച്ചെന്നോ എന്തൊക്കെയാ എനിക്ക് ഓർമ്മയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, മേ ബി, ചിലപ്പോൾ അറിയത്തില്ല. പക്ഷെ അമ്മയുടെ ദേഹത്തൊന്നും നനഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഒരു തുള്ളി വെള്ളം പോലും അമ്മയുടെ ദേഹത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കൊച്ചിനെ എടുത്തിട്ട് ഞാൻ അപ്പൊ എന്റെ ഫോണ് സിങ്കിനകത്ത് വെച്ച് ഞാൻ ചേട്ടനെ കോൾ ചെയ്ത സമയത്താണ് ഇത് സംഭവം നടക്കുന്നത്. അപ്പൊ കോള് കട്ടായി പോയല്ലോ. അപ്പൊ ചേട്ടൻ തിരിച്ച് വിളിക്കുകയാണ്, പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ആവശ്യത്തിന് ഈ സിങ്കിനകത്ത് ഇടന്ന് ഫോൺ റിങ് ചെയ്തപ്പോ നന്ദൻ ഫോൺ എടുത്ത് ഞാൻ പറഞ്ഞു കൊച്ചിനിട്ട് ഉരുട്ടി എന്ന് ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. വിത്തിൻ സെക്കൻഡ്സ് ചേട്ടൻ തിരിച്ചു വന്നു. ഞാൻ പല അടുത്താണ് പോയെ. ചേട്ടൻ തിരിച്ചു വന്നപ്പം ചേട്ടനോട് ഞാൻ പറയുന്ന കേട്ടത് അമ്മയ്ക്ക് മനസ്സിലായി സീനാണെന്ന്. ഉടനെ അമ്മ പടിക്കെട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മളെ രണ്ടുപേരും കൂടി പിടിച്ചു കയറ്റി ആ പടിയിൽ നിന്ന് ചാടി ഇറങ്ങി അമ്മ വെളിയിലോട്ട് ഓടി. അമ്മയ്ക്കറിയാൻ ചേട്ടൻ വന്ന സീനാവുമെന്ന്. നേരെ വെളിയിൽ പോയി ഒന്നും അറിയാത്ത രീതിയിൽ നെല്ലിക്കയില മൂട്ടിൽ കസേര ഇട്ടിരുന്നു. അവിടെയാണ് ഇരുന്നത്. എപ്പോഴും വീഡിയോയിൽ കാണുന്ന പോർഷൻ അവിടെയാണ് ഇരുന്നത്. എന്നിട്ട് എനിക്ക് പിന്നെ ഓർമ്മയില്ല. ഓൾറെഡി ഞാനൊരു BP പേഷ്യന്റ് ആണ്. അപ്പൊ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കയ്യും കാലും വിറയിലും വന്ന് പേടിച്ചു പോയി. അതാണ് അതിലും വലിയതെന്ന് വെച്ചാൽ കുഞ്ഞയ്ക്ക് കരയണമെന്നോ എന്തെങ്കിലും പറയണമെന്നോ അറിയത്തില്ല. അവള് കണ്ണൊക്കെ തള്ളി. അവൾ ആ ഒരു സ്റ്റേജ് കഴിയാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ് വാസ്തവം. നന്ദൻ ഷോക്കായിപ്പോയി. പിന്നെ നന്ദൻ ഓൾറെഡി ഇത് എക്സ്പെക്ട് ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അവൻ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ് ഇക്കാര്യത്തിൽ. ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് അമ്മയുടെ അഗ്രസീവ് സീന് എലോൺ, അതായത് ഒറ്റയ്ക്ക് ഇതുവരെയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ അമ്മ വയലന്റ് ആയാലോ ദേഷ്യപ്പെട്ടാലോ ഒക്കെ നന്ദൻ കൂടെ ഉണ്ടാവും, നന്ദൻ വിളിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു ഭയാനക രൂപം കുഞ്ഞ് ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല. ഇവൻ നന്ദന് നന്നായിട്ട് അച്ചാമ്മയെ അറിയാം. അതുകൊണ്ട് തന്നെ നന്ദൻ ഒരു ഗ്യാപ്പ് ഇട്ടേ നിൽക്കുള്ളൂ. അച്ചാമ്മയെ പോയി തൊടാൻ പോവില്ല, പിടിക്കാൻ പോവില്ല. എന്നാൽ അവന് റെസ്പെക്ടിനൊട്ട് ഒരു കുറവില്ല താനും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഞാൻ അവസാനം കൊച്ചിനെ അടുത്ത് അകത്ത് കൊണ്ടുപോയി. ഞാൻ ആകെ വിറയിലായിരുന്നു. എനിക്ക് വിറയിൽ മാറിയില്ല, നന്ദന് വിറയിൽ മാറിയില്ല. ചേട്ടൻ വന്നിട്ട് അമ്മയുടെ എന്തോ ചോദിച്ചാൽ അമ്മ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടില്ല. എൻ്റെ അടുത്ത് വന്നപ്പോൾ കൊച്ചിന്റെ അവസ്ഥ കണ്ട് ചേട്ടൻ പേടി, കാലൊക്കെ മുറിഞ്ഞു, കുഞ്ഞിയുടെ കാലൊക്കെ മുറിഞ്ഞ്. അപ്പോ അതായത് ഇവിടെ ഇരുന്ന് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ ശരീരം തന്നെ ഒരുപക്ഷെ ഒരു വൈബ്രേഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് നേരിട്ട് കണ്ട ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാരും പറഞ്ഞു, ഇന്നും ഇപ്പോഴും ഇന്നലെയും ഞാൻ കേട്ടൊരു കാര്യമാണ്. ഇന്നലെ ഈ കാർത്തികയുടെ അന്ന് രാവിലെയും ഞാൻ കേട്ടൊരു കാര്യമാണ്. ശോഭനയ്ക്ക് മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ശോഭന ഇന്നും പഴയ ശോഭന തന്നെയാണ്. സൂക്ഷിക്കണം. അമ്മയുടെ ഒരു അയൽക്കാരി, അമ്മയുടെ ഒരു സ്നേഹിത പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞില്ല, ഇപ്പം മാറിയിട്ടുണ്ടല്ലോ, പണ്ടത്തെ ശോഭന അല്ല, ഒരുപാട് മാറ്റം ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത ആ ഒരു ഇൻസിഡന്റ്, ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ച് ഇത്രയൊക്കെ അമ്മയെ പൊന്നുപോലെ നോക്കിയിട്ട് വന്നപ്പോൾ എനിക്കതൊരു ഈ കുഞ്ഞോട് ചെയ്തതിലുപരി എന്റെ മാനസികമായിട്ട് എനിക്കുണ്ടാക്കിയ ഷോക്ക് ചെറുതല്ല. ചേട്ടൻ വന്നിട്ട് ചീത്തയും തെറിയൊക്കെ പറഞ്ഞത് മുഴുവൻ എന്നെയാണ്. കാരണം ചേട്ടൻ ഒരു 1000 തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ പിടിച്ച് വീടിനകത്ത് കയറ്റരുത്, നീ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിനക്കൊരു അറ്റാക്ക് വരുന്നത്, നീ വിചാരിക്കുന്ന മാതിരി തീരില്ല, കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒറ്റയ്ക്കാണെങ്കിൽ കയറി വരും, അമ്മയെ ഒരു വട്ടം കയറ്റി നീ അവസരം കൊടുത്തു പോയാൽ അമ്മ അത് മുതലാക്കും എന്ന് ചേട്ടൻ പലതവണ പറഞ്ഞിട്ടും എന്റെ ഉള്ളിന്റെ ഉള്ളില് ഇല്ല, അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ്, കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞു മക്കളെ കഴുത്തിൽ ഒരു അച്ചാമ്മ ഇതുപോലെ അച്ചാമ്മയും അമ്മാമ്മയുമാണ് കുത്തി കുഞ്ഞ് മരിച്ചുപോയി. അപ്പം ഈ വാർത്ത കേട്ട് അപ്പോഴും ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് ഒഴിവാക്കാനാണ് ഞാൻ അമ്മയെ വെളിയിരുത്തുന്നത് എന്ന് തമാശയാണെങ്കിൽ പോലും എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞത്, അമ്മ അങ്ങനെയും ചെയ്യൂല, ഞാൻ അങ്ങനെയല്ലേ അമ്മയെ നോക്കണേ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിപ്പോ കേട്ട് കുറച്ചു പേരെങ്കിലും, ഒരുപാടൊന്നുമില്ല, ഒരു ശതമാനം ആൾക്കാരെങ്കിലും ഇപ്പൊ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ടാവും, നമുക്ക് കിട്ടിയല്ലോ, അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കില്ല. ഇല്ല, ചിന്തിക്കുന്നവരുണ്ട്. എന്താന്ന് വെച്ചാല് അമ്മ ശോഭന എന്ന് പറയുന്ന വ്യക്തിയുടെ എന്ന് പറയുന്നത് ഒരുപാട് പേരെ വേദനിപ്പിച്ച് ഒരുപാട് പേരുടെ ദേഷ്യവും വിദ്വേഷവും ഒക്കെ വരുത്തി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നല്ലൊരു വ്യക്തിയായിട്ടാണ്, നല്ലൊരു സ്വരൂപമായ നല്ലൊരു പേഴ്സൺ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ അറിയുന്നവരും അമ്മയെ അറിയുന്നവരും നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ നമ്മളോട് ചോദിച്ച ചോദ്യമുണ്ട്, നീ ശോഭനയെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ നീ ഇത്രയും പതിവ്രതയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് എന്നോട് ചോദിച്ച ഒരാളല്ല, ഞാൻ ഒരുപാട് പേരുടെ വായിന്ന് കേട്ട ചോദ്യമാണ്. നീ അവളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ നീ ഇത്രയും നല്ല പതിവ്രതയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിച്ചതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, പണ്ടത്തെ ശോഭന എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, പണ്ടത്തെ ശോഭന എങ്ങനെയോ ആയിക്കോട്ടെ, ഇന്നത്തെ ശോഭനയുടെ കാര്യം ഞാൻ നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ആ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇപ്പൊ സന്തോഷിക്കുന്ന കാര്യം. എന്താന്ന് വെച്ചാല് ശോഭന തനി സ്വരൂപം എടുത്തു, എനിക്ക് കിട്ടി, ഞാൻ ഇത്രയൊക്കെ കൊണ്ടു നടന്ന് ഇതൊക്കെ ആയിട്ട് നിനക്ക് കിട്ടിയില്ലേ അവളുടെ കയ്യിൽ നിന്ന് എന്നുള്ള ഒരു ഇതിലായിരിക്കാം. എനിക്ക് അമ്മയോട് അങ്ങനെ ദേഷ്യവും വിദ്വേഷവും ഒന്നും തോന്നിയിട്ടില്ല. ഇനി ഞാൻ അമ്മയെ നോക്കില്ല, ഇനി ഞാൻ അമ്മയെ അന്വേഷിക്കില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല.
ഇന്നലെ വരെയും, അതായത് ഈ കാർത്തിക ഈ ഇൻസിഡന്റ് നടക്കുന്നത് വരെയും എങ്ങനെയാണോ അവരെ നോക്കിയത് അതേ അതേ രീതി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിലിനി ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇനി ഞാനൊരു മുൻകരുതൽ എടുക്കും. കാരണം ഇത്രയും നാളെ ഞാൻ ഒരു മുൻകരുതൽ എടുത്തില്ല. കാരണം എന്ന് പറയുന്നത് ശോഭനയെ ഞാൻ മാറ്റി. ശോഭനയിൽ എനിക്കൊരു വിശ്വാസം വന്നു. അപ്പൊ ഉറപ്പായിട്ടും ഇനി അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏത് സമയവും അമ്മയെ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇനി ആ വിശ്വാസം ഞാൻ അമ്മയിൽ നിലനിർത്തില്ല. പകരം അമ്മയെ സ്നേഹിക്കും. ശോഭന എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ദിവസം ഞാൻ എങ്ങനെയാണോ നോക്കി അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ എല്ലാ പ്രിക്കോഷൻസും ഞാൻ എടുത്തിട്ട് മാത്രമേ ഞാൻ ഇനി നിൽക്കുള്ളൂ. അമ്മയുടെ കുഞ്ഞിലെ ഒരിക്കലും എൻ്റെ കുഞ്ഞു മക്കളെ ഞാൻ അമ്മയുടെ മുന്നിൽ ഇനി ഇട്ട് കൊടുക്കില്ല. അത് ഒരു തരം തന്നെയാണ്. ഇനി അമ്മയ്ക്ക് പരീക്ഷയ്ക്ക് ഞാൻ എൻ്റെ മക്കളെ കൊടുക്കില്ല. ഇതിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ചേട്ടൻ അമ്മയായിട്ട് പിന്നെ അമ്മയും ചേട്ടനുമായിട്ട് ഒരു വലിയ വഴക്ക് നടന്നു. അമ്മയും ചേട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ശോഭന അമ്മയുടെ മോനാണ് സുധീഷ്ണൻ. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അമ്മയുടെ അതേ ദേഷ്യവും അതേ അഗ്രസീവും അതേ മെന്റാലിറ്റിയും തന്നെയാണ് ചേട്ടന്. മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അവര് തമ്മിലായിരുന്നു. അവിടെ എന്താണെന്ന് ഞാൻ നോക്കിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സീനുകളായിരുന്നു. ഞാൻ ആ ഭാഗത്തോട്ട് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് ദേഹത്തളർച്ച വന്ന് ഞാൻ മാറിപ്പോയി. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ ഈ സ്വന്തം കുഞ്ഞിനെയാണ് ഇത്രയും ക്രൂരമായിട്ട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ വീണ്ടും പറയുന്നു, അമ്മയിൽ കണ്ട ആ ഭയാനക രൂപം ഞാൻ നിങ്ങളിൽ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അത് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിറച്ചു പോകും. അങ്ങനെയാണ് അമ്മ അങ്ങനെയാണ്. മുടി ചുറ്റി പിടിച്ചിരുന്ന് അവളെ കഴുത്തിൽ ഇറുക്കി ചവിട്ടിയിരുന്നതൊക്കെ പൂ പോലെയൊന്നും അല്ല. അവൾ അങ്ങനെയാണ് അമ്മ ചെയ്തത്. പല്ലൊക്കെ കടിച്ച് പിടിച്ച് ഇറുക്കി പിടിച്ച് അമ്മയുടെ ആ രൂപം കാണണം. നമുക്ക് ഒരു സെക്കൻഡ് അമ്മയുടെ അടുത്ത് പോകാൻ പേടി തോന്നും. അത്രയ്ക്കും വികൃത വരും. ഞാൻ ഒരു സെക്കൻഡ് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ജഗ് എൻ്റെ കുഞ്ഞിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടേനെ. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പം നിങ്ങളിൽ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞ കാര്യം നന്ദനും ഞാനും വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ചേട്ടന് പറഞ്ഞു കൊടുത്തും കാണിച്ചു കൊടുത്തിട്ട് പോലും ചേട്ടന്റെ മുഖത്ത് ഒരു ഭയം അല്ലാണ്ട് ഒരു ആശ്ചര്യം വന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചാൽ പറയല്ലേ, ഇങ്ങനെ അല്ലല്ലോ ഞാൻ അനുഭവിച്ചു വെച്ചിട്ട് ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യമായിട്ട് എനിക്ക് വല്ലാണ്ട് വിഷമമാണ് തോന്നിയ. ഒരു അമ്മയുടെ മുൻപേ വെച്ച് ഇത്രയും മൃഗീയമായിട്ടൊരു കൊച്ചിനെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെ, ഒരു മനുഷ്യർ പോലും ചോദിക്കാനും പറയാനും ഇല്ലാത്ത സ്വന്തം കുഞ്ഞിനെ അമ്മ എന്തുമാത്രം നോവിച്ചിട്ടുണ്ടാവും. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും കൊടുമ അമ്മ ചേട്ടനോട് ചെയ്തിട്ടുണ്ട്. ഒരു ശോഭന ചാക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ എപ്പോഴും വന്നിട്ട് ചേട്ടനെ കുറേ പറയും, ചേട്ടൻ കെട്ടിപ്പിടിച്ചില്ല, ഉമ്മ കൊടുത്തില്ല, പിന്നെ ചേട്ടൻ നോക്കണില്ല, ഞാൻ നോക്കണില്ല, നമ്മളെ പൈസയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് അങ്ങ് വന്ന് ചാകരയായിട്ട് എന്തൊക്കെയോ എല്ലാ വീഡിയോസിന്റെ അടിയിലും കമന്റ് ചെയ്യും. എനിക്ക് ആ അമ്മയോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഒരു ദിവസം ഒരു അരമണിക്കൂർ ശോഭനാമ്മയുടെ മുറിയിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഇരിക്കൂല. നിങ്ങളെന്നല്ല ആരും ഇരിക്കില്ല. ശോഭന അമ്മയെ അറിഞ്ഞ ഒരു മനുഷ്യരും അമ്മയുടെ അടുത്ത് ഒരു 10 മിനിറ്റ് ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ പേടിക്കും. അവരെയാണ് ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്ന് ഈ കാണുന്ന രീതിയിലാക്കിയത്. ഇപ്പോഴും നാട്ടുകാർ പറയും ചേട്ടനെ 6-7 ചേട്ടന്റെ, ഞാൻ ഈ ഇടയ്ക്കാണ് സുപ്രഭാമ, അതായത് അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണുന്നത്. അപ്പൊ ചേട്ടൻ എന്ന് പറഞ്ഞാല് ഒരു സ്വീറ്റ് മെമ്മറിയാണ് സുപ്രഭാമ. അമ്മാമ്മ എപ്പോഴും ചേട്ടൻ പറയും, അമ്മാമ്മ കിടന്നിട്ട് അമ്മ മരിച്ചാൽ മതിയായിരുന്നു. അമ്മ എന്നല്ല ചേട്ടൻ പറയണേ, ഇവര് മരിച്ചാൽ മതിയായിരുന്നു അമ്മാമ്മ കിടന്നിട്ട്. കാരണം അമ്മാമ്മ എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിത്വമാണ്. അമ്മാമ്മയും വയ്യായിക ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അതായത് അമ്മയെ മാതിരി പേഷ്യന്റ് തന്നെയാണ്. പക്ഷെ അമ്മാമ്മയുടെ ഓപ്പോസിറ്റ് ആണ് അമ്മയെന്ന് മാത്രം. അമ്മാമ്മ പേഷ്യന്റ് ആണെങ്കിൽ പോലും ആരെയും വെറുപ്പിക്കാണ്ട് എല്ലാവരുമായിട്ടും സ്നേഹം പിടിച്ചു പറ്റി. സുപ്രഭാമ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാവർക്കും പറയാൻ സുപ്രഭ തികച്ചു പറയും. ശോഭന എന്ന് പറയുമ്പോൾ വെറുപ്പോടെ പറയുള്ളൂ. സുപ്രഭാമ ചേട്ടന് എവിടെ പോയിട്ടാണെങ്കിലും ഒരു മിന്തിയിൽ, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാണെങ്കിൽ പോലും അവർ മിന്തിയിൽ ചേട്ടന് വേണ്ട പലഹാരങ്ങളും പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് കൊടുക്കലും ചേട്ടനെ നെഞ്ചോട് ചേർത്ത് വെച്ച് രാത്രി മൂടി പറിച്ച് കിടക്കുന്നതും ചേട്ടൻ സുപ്രഭാമയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശല്യം ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കുന്നതും, ഇതേ സമയം തന്നെ സ്വന്തം അപ്പുറത്ത് അമ്മയുടെ അടുത്തൊന്ന് കിടക്കാൻ പോകുമ്പോൾ പോയി ചേർക്കാന്ന് പറഞ്ഞ് ഓട്ടിക്കുന്നതും, എന്തെങ്കിലും ഒരു ആവശ്യം അമ്മയോട് പറയുമ്പം അമ്മ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ അമ്മയുടെ ആ നിൽക്കുന്ന നിൽപ്പ് കാണുമ്പോൾ തന്നെ അമ്മയുടെ അടുത്ത് പോകുന്നു ഭയപ്പെടുന്നതും ഒക്കെ പറഞ്ഞ് ഒരു അമ്മാമ്മയും അമ്മയും തമ്മിലുള്ള വ്യത്യാസം ചേട്ടൻ പറഞ്ഞിട്ട് ചേട്ടൻ പറയും സുപ്രഭാമ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും പറയും. ആ അമ്മ മരിച്ച് ചേട്ടന്റെ 1993-ലോ 94-ലോ ആണ് സുപ്രഭാമ മരിക്കുന്നത്. ചേട്ടന് 4-5 വയസ്സുള്ള സമയത്താണ് സുപ്രഭാമ മരിക്കുന്നത്. സുപ്രഭാമ മരിക്കുന്നത് എങ്ങനെയെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാനതിപ്പോ ഇവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ് സുപ്രഭാമ മരിച്ച് 1-1.5 വർഷത്തിനകത്ത് അമ്മുമ്മ, അതായത് ഈ സുപ്രഭാമയുടെ അച്ഛനായ അപ്പൂപ്പൻ, ഈ അമ്മ പറയുന്ന അപ്പൂപ്പൻ മരിക്കുന്നു. അപ്പൂപ്പൻ മരിച്ച് പിന്നെ ചേട്ടൻ അങ്ങോട്ട് ഒരു കല തന്നെ ആയിരുന്നു. ഞാനിത് ചേട്ടന്റെ വായിന്ന് കേട്ടല്ല, നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. പിന്നെ അങ്ങോട്ട് ശോഭന, ഇത്രയും നാളും സുപ്രഭാമ അമ്മയ്ക്ക് പേടിയുള്ളതുകൊണ്ട്, കാര്യം അമ്മയുടെ ഒന്നൊരു വെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, അമ്മാമ്മയുടെ ഒന്നൊരു വെട്ട അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. അപ്പൂപ്പൻ തലയ്ക്ക് കുഴലൊക്കെ വെച്ചടിച്ചുകൊണ്ട് അപ്പൂപ്പനെയും ഭയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുണ്ടായിരുന്ന സമയത്ത് ചേട്ടനെ കൈവയ്ക്കാൻ മെനക്കെട്ടിട്ടില്ല. മെനക്കെടും, പക്ഷെ അവരുടെ കാണൊക്കെ ചെയ്യില്ലായിരുന്നു.
അവരങ്ങ് തീർന്നു പോയ ശേഷമാണ് ചേട്ടൻ തികച്ചും അനുഭവിച്ചു തുടങ്ങിയത്. കാരണം അമ്മ ഇത്രയും പകല് മുഴുവൻ എല്ലാവരെയും ഉപദ്രവിച്ചു, എല്ലാവരെയും ശല്യം ചെയ്ത് എല്ലാവരെയും ഉപദ്രവിച്ചിട്ട് രാത്രിയാകുമ്പോൾ ചേട്ടനെ കൊണ്ട് ഓരോരുത്തന്ന് പോയി ഭക്ഷണം വാങ്ങിപ്പിക്കുന്നതും ചേട്ടനെ നോവിക്കുന്ന കഥകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ചേട്ടനെല്ലാം കൂടി നാട്ടുകാർ ഒരു പൗരസമിതി രൂപീകരിച്ചിട്ടാണ്, ഒരു സംഘടന മാതിരി രൂപീകരിച്ചിട്ടാണ് ചേട്ടനെ ബോർഡിങ്ങിലാക്കുന്നതും പിന്നെ അവിടുന്ന് കൊല്ലത്ത് നിന്ന് പഠിച്ചതും ഒക്കെ അങ്ങനെ അങ്ങ് പോയത്. അപ്പൊ പറഞ്ഞു വരുന്നത് ചേട്ടൻ അന്ന് അനുഭവിച്ചിട്ടുള്ള ആ ഒരു വേദന എത്രത്തോളം എന്ന് നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാം. അതായത് ഇന്ന് ആവതില്ലാത്ത കാലത്ത് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആവതുള്ള കാലത്ത് ശോഭന എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ ഷോക്ക്, ഇപ്പൊ ഈ കിട്ടിയ ഷോക്ക് എനിക്ക് ഒരു പുത്തൻ ഷോക്കല്ല. നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും ഇത്തിരി നാളിനിടയ്ക്ക് നിനക്ക് കിട്ടിയല്ലോ, ഇത്രയൊക്കെ നോക്കിയിട്ട് കിട്ടിയല്ലോ. ഇത്തിരി നാളിനിടയ്ക്ക് ഇന്ന് ആദ്യമായിട്ടല്ല എനിക്ക് കിട്ടുന്നത്. നന്ദന നന്നായിട്ട് ഉപദ്രവിക്കാറുണ്ട്, എന്നെ ഉപദ്രവിക്കാറുണ്ട്, ചേട്ടനെ ഉപദ്രവിക്കാറുണ്ട്, എല്ലാവരും ഉപദ്രവിക്കാറുണ്ട്. അമ്മ ചേട്ടനടുത്ത് പോകില്ല കേട്ടാ. ചേട്ടനുമായിട്ട് അമ്മയ്ക്ക് അറിയാം, ചേട്ടനുമായിട്ട് അമ്മയ്ക്ക് പിടിക്കാൻ പറ്റില്ല എന്നറിയാന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോവില്ല. അങ്ങോട്ട് നാക്കുകൊണ്ടേ പോവുള്ളൂ, ശരീരത്തിൽ തൊടാൻ പോവില്ല. ആദ്യം അതായത് അമ്മയുടെ ഭീകരാവസ്ഥ ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു 2019 കാര്യം. 2017 നന്ദന പ്രസവിക്കുന്നു. 2017 നന്ദന 6-ാം മാസം ആകുമ്പോൾ ഞങ്ങൾ ഈ വീട് വെക്കുന്നു. നന്ദന 1 വയസ്സും 1 മാസം ആകുമ്പോൾ നമ്മളെ വീട് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ഇതിൽ പാലയാച്ചിന് കയറുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ഈ വീട്, അന്ന് ഫ്രണ്ടിലാണ് തുണിക്കല്ല്, അമ്മയുടെ വീട് തറവാട് വീട് ഫ്രണ്ടിലുണ്ട്. അപ്പം ഞാൻ തുണിക്കല്ലിൽ നിന്ന് അന്ന് ഇവിടെ നടയിലൊരു പ്ലാവ്, ഇന്നത്തെ നമ്മളെ തുളസിത്തറ ഇരിക്കുന്നിടത്ത് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു പ്ലാവ്. ആ പ്ലാവിന്റെ അവിടെ ഞങ്ങളൊരു തുണിക്കല്ലൊക്കെ കെട്ടി അവിടെയാണ് തുണിയൊക്കെ കഴുകിക്കൊണ്ട്, തുണിക്കല്ല് കെട്ടിയതല്ല കേട്ടോ, ശോഭനാമ്മയുടെ പഴയ വീടിന്റെ തുണിക്കല്ല്, അതിലാണ് തുണി കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഫ്രണ്ടിൽ നിറയെ ശോഭനാമ്മയുടെ വീടിന്റെ ബാക്കാണ് ഞങ്ങളുടെ ഫ്രണ്ട്. ഞാൻ അവിടെ നിറയെ ജമന്തി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ജമന്തി തെറ്റിയൊക്കെ. അങ്ങനെ ഈ 1.5 വയസ്സുള്ള സമയത്ത്, 1.5 വയസ്സായില്ല നന്ദന്, 1 വയസ്സും 2 മാസം കണ്ടേ ആവും. ഒരു സന്ധ്യയ്ക്ക് ഞാൻ ഇതുപോലെ വിളക്കൊക്കെ ഒരുക്കിയിട്ട്, തുണി കഴുകി വിളക്കൊരുക്കാൻ ആ ഒരു സമയത്ത് ഒരു 5 മണിയാവും. തുണി കഴുകിക്കൊണ്ട് നിന്ന സമയത്ത് നന്ദപ്പൻ എന്താന്ന് വെച്ചാൽ ഞാൻ വിളക്ക് വയ്ക്കാൻ പൂ പറിക്കുന്ന കണ്ട ആ ഒരു ശീലത്തിൽ ഇവൻ പോയി ഓരോ ജമന്തിയും പറിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അമ്മ ശോഭനാമ്മ അടുത്ത് കസേരയിട്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ നന്ദനോട് വിളക്കണുണ്ടെടാ മിണ്ടാതിരി, വിളക്ക് വെക്കാനുള്ള പൂവാണ്, പറിക്കല്ലേ എന്ന് മോനോട് പറയണുണ്ട്. അവനത് അറിയത്തില്ലല്ലോ, 1 വയസ്സായ കൊച്ചിന് എന്തോ അറിയാം. അവൻ വീണ്ടും പറിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ മറ്റേ അടക്കോഴി പെരുകണക്കിരുന്ന് പെരുവി ഇരിക്കുന്നു. ഞാൻ വക വയ്ക്കുന്നില്ല, ശ്രദ്ധിക്കണില്ല. നന്ദൻ വീണ്ടും പൂ പറിക്കുന്നു, പിച്ചിങ്ങനെ കയക്ക് കളയുന്നു, ഞാൻ തുണി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ പറയുന്ന കേട്ടപ്പോ ഈ അമ്മ അവിടെ തന്നെ ചെറുക്കാ ആ പൂ അങ്ങോട്ട് കളഞ്ഞാണ് എന്നിങ്ങനെ അത് പറിക്കണം നിർത്തിയാണ് അങ്ങനെ എന്തോ പറഞ്ഞു. നന്ദൻ കേക്കോ, നന്ദൻ മൈൻഡ് ചെയ്തില്ല. അമ്മ വീണ്ടും പറഞ്ഞു, അവൻ ശ്രദ്ധിച്ചില്ല. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അമ്മ ചാടി എണീച്ച്. അപ്പൊ അമ്മയുടെ വീടിന് ചുറ്റും തിട്ടയാണ്, പണ്ടത്തെ വീടുകൾ അറിയാലോ, തിട്ടയുണ്ടാവും. ആ തിട്ടയുടെ സൈഡിൽ നിന്ന് ഒരു ഇത്ര നീളമുള്ള ഒരു പിച്ചാത്തി എടുത്തും കൊണ്ട് ഇവിടെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ പറമ്പ് മുഴുവൻ നന്ദനെ ഇട്ട് കുത്താൻ ഓട്ടിച്ചതാ. ഇന്ന് ഞാൻ കാണിച്ചു തരാം, നീ പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുഴുവൻ ഇട്ട് ഓട്ടിച്ച്. ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് ഓടുവാണ്. ഞാൻ വന്ന സമയം കേട്ടോ, എനിക്ക് ഇവിടെ മുള്ളു കാടാണ്, ഇവിടെ ചുറ്റും കാട് പിടിച്ച് കിടക്കുവാണ്. അവിടെ ഞാൻ പതിയെ ഇവിടെ വൃത്തിയാക്കി. ഞാൻ അവിടെ ഓടുന്നു, ഓരോ മരത്തിന്റെ ഇടയിൽ ഓടുന്നു. അമ്മ കേൾക്കണുണ്ടോ, എന്തൊരു ബഹളമായിരുന്നു. ഈ 4 വാക്കിലുള്ള ആൾക്കാരും ടെറസിന്റെ മണ്ടയിലും പിന്നെ ഗേറ്റിന് പുറത്തും ഒക്കെ ആൾക്കാർ കൂടി എന്റെ വിളി കേട്ടിട്ട്. ഒരു 5:30 സമയമാണ്. ചേട്ടന് മുക്കോലായിരുന്നു സൈറ്റ്. ചേട്ടൻ വന്നപ്പോൾ തന്നെ ഗേറ്റിന് ഫ്രണ്ട് മുഴുവൻ ആൾക്കൂട്ടം. അപ്പൊ ആരോ പറയണമെന്ന് ചേട്ടൻ പറയുന്ന കേട്ടു. പിന്നെ ആ പെണ്ണിനെ കൊന്നും തോണ്ടാ ഓടിച്ചില്ലെന്ന് പറഞ്ഞു. ചേട്ടൻ ഗേറ്റിന്, വേറെ ആർക്കും കയറാനുള്ള ധൈര്യമില്ല. ചേട്ടൻ നേരെ ഗേറ്റും തുറന്ന് അറത്ത് വന്നപ്പോണ്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ, ഓടി തീർന്നിട്ടില്ല. അമ്മ വിടുന്നുണ്ടോ, അമ്മ വിടണില്ല ഞങ്ങളെ. അമ്മക്ക് എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ വേണം. ചേട്ടൻ ഇങ്ങോട്ട് കയറി വന്ന് ചേട്ടനും അമ്മയോട്ട് അങ്ങോട്ട് പിടിവില് നടന്ന് ചേട്ടന്റെ തലയിലൊക്കെ കല്ലൊക്കെ എടുത്ത് വെച്ച് അടിച്ചു. ചേട്ടൻ പിടിച്ചു തള്ളി, ഒരു ബഹളമായിരുന്നു ഇതിനകത്ത്. അങ്ങനെ അന്ന് അതാ ഞാൻ പറഞ്ഞ, ഞാൻ വന്നിട്ട് 1 വട്ടം അമ്മ ആശുപത്രി കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അന്ന് ആശുപത്രി കൊണ്ടുപോയി. എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അമ്മ ആക്ടിങ് ആണോ കാണിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ആശുപത്രിയിലെത്തി ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്ന പേഷ്യൻസിന്റെ ഇടികൊണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് അമ്മ പറയും, ഡോക്ടറോട് പറയും, ഞാൻ മിണ്ടാണ്ട് നിൽക്കാം, ഞാൻ വീട്ടിൽ പോയി മോൻ്റെ കൂടെ നിന്നോളാം, മരുമോളെ കൂടെ നിന്നോളാം എന്ന് പറയും. അപ്പൊ ഡോക്ടർ വിളിക്കും, ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറയും അമ്മ ഇതുപോലെ വരാൻ റെഡിയാണെന്ന് പറയും. അപ്പൊ ചേട്ടൻ പറയും, ഇല്ല സാർ അത് വെറുതെയാണ്, അമ്മ ഇവിടെ വന്ന സീനാവും എന്നൊക്കെ പറഞ്ഞാലും ഡോക്ടർ ഇല്ല, അമ്മ ഇപ്പൊ ഓക്കെ ആണെന്ന് പറയും. കൊണ്ടുവരും. പിന്നെ അമ്മയ്ക്ക് ഇത് തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാര്യം ആശുപത്രി കൊണ്ടുപോയ ഡോക്ടർമാര് അമ്മ ഒരാഴ്ച ഇട്ടിട്ട് വീണ്ടും തിരിച്ചിങ്ങ് വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ നമ്മൾ എന്താണ് വെറുതെ മെനക്കെടുന്നത്? അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ മക്കളെ തിരുത്തുക, എന്റെ മോനെ തിരുത്തുക എന്നുള്ളതേ മനസ്സിലായി, ഞാൻ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതേ മനസ്സിലായി. അങ്ങനെ അന്ന് തൊട്ടാണ് ഞാൻ പ്രിക്കോഷൻ എടുത്ത് അമ്മയെ ഞാൻ പഠിച്ച് ഞാൻ അമ്മയെ മാറ്റാൻ ശ്രമിച്ചു തുടങ്ങിയത്. എല്ലാവരും ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ്. ആശുപത്രി കൊണ്ടുവിട്ടൊന്നും കാര്യമില്ല. 1 വീക്ക് ആശുപത്രിയിൽ ഇട്ടിരിക്കും. അവർ തിരിച്ച് അമ്മ നോർമലായെന്ന് പറയുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ വിടുന്നു.
വീട്ടിൽ വന്ന അമ്മ ഇത് തന്നെ അവസ്ഥ. കൊണ്ടുപോകാൻ വയ്യ, കൊണ്ടുപോയാൽ കൂട്ടിരിക്കാൻ ആളില്ല, കൂട്ടിരുന്നാൽ തന്നെ അമ്മ ഒരു ദിവസം കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. അങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇനി ആ ഭാഗം നോക്കിയിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് ഇന്ന് കാണുന്ന ഈ ശോഭനയിലോട്ട് എത്തിയ ഞാൻ പ്രയത്നം കാണിച്ചതും ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലോട്ട് അമ്മയെ എത്തിച്ചത്. പക്ഷെ അവിടെ ഞാൻ തോറ്റുപോയി എന്നിപ്പോ തോന്നുന്നു. അതിനുശേഷം ഇങ്ങനത്തെ ഇത്രയും ഭയാനകം ഇല്ലായിരുന്നെങ്കിലും നന്ദനെ എറിയും, നന്ദനെ അടിയും, നന്ദൻ പോയി അടുത്ത് ചെല്ലുന്നത് പോലും ഇഷ്ടമില്ലാത്ത ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ നന്ദനെ പഠിപ്പിച്ചു, മക്കളെ അച്ഛമ്മ വയ്യായിക്കുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നന്ദപ്പനെ മാറ്റാനേ ശ്രമിച്ചിട്ടുള്ളൂ. അമ്മയെ തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. കാര്യം അമ്മയെ തിരുത്താൻ നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മ ഇത്രയും ഭയാനകം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാവണം കുഞ്ഞമ്മയ്ക്ക് മാറി പോവാൻ തോന്നിയിട്ടില്ല. പാവം അവൾ ഇനി ചിലപ്പോൾ പഠിക്കും. ഇനി അമ്മയെ പേടിച്ചു, ഇപ്പൊ അവൾക്ക് മനസ്സിലായി. ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വീഡിയോ ഇട്ടെൻ്റെ അന്ന് രാത്രി അമ്മ ഇരിക്കുന്നതിൻ്റെ അടുത്ത് കുഞ്ഞ് വന്നിരുന്നപ്പം അമ്മ വിരട്ടിയതും കുഞ്ഞ് പേടിച്ചു പോയതും. അപ്പൊ അതിനൊരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മയെ സൂക്ഷിക്കണം, ഉമ തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറകെ വന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ ഉമയും സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജാണ് വന്നത്. ഉമ അമ്മയെ ശ്രദ്ധിക്കണം, അമ്മയെ സൂക്ഷിക്കണം, കുഞ്ഞുങ്ങളിൽ നിന്ന് അമ്മയെ മാറ്റണം, ഉമ സൂക്ഷിക്കണം. ഈവൻ ബാംഗ്ലൂരുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചു കുറേ സമയം ഫോണിൽ സംസാരിച്ചു, ഉമ ശ്രദ്ധിക്കണം, ഉമ വിചാരിക്കുന്ന പോലെയാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. ആ ചേച്ചിയും കുറേ സമയം സംസാരിച്ചു. ഒരുപാട് പേരല്ലാണ്ട് പേഴ്സണലി മെസ്സേജ് ഇട്ടു. നമുക്ക് ഓടിപ്പോകാൻ വേറെ ഇടമില്ല, നമുക്ക് ഇവിടെ നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. കാരണം അമ്മയും സംരക്ഷിക്കണം, കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കണം. സോറി, നമ്മൾ ജീവിക്കണം, ഈ വീട്ടിൽ ജീവിച്ചാലേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് എല്ലാവരും കണ്ടു കാണും അമ്മ ആ ലൈവ്. അത് എഡിറ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ആ സ്പോട്ടിൽ സംസാരിച്ചിട്ടുണ്ടപ്പോൾ റിയാക്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് അത് തന്നെ ഓൾമോസ്റ്റ് കുറച്ചു പേർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അമ്മയുടെ രീതി എന്താണെന്നുള്ളത്. കുഞ്ഞമ്മയും അതിൽ ഒരുപാട് പേടിച്ചായിരുന്നു. ആ വീട്ടിൽ കണ്ടാൽ തന്നെ അറിയാം, അവള് പെട്ടെന്നങ്ങ് പേടിച്ചു പോയി. പിന്നെ ഞാനാണ് അമ്മയെ കൊണ്ട് പോട്ടെന്നൊക്കെ പറയിച്ച് അവളെ ഒന്ന് കാമാക്കിയത്. അപ്പോൾ ഇപ്പൊ ഇന്നലത്തെയും കൂടി ആയപ്പോഴത്തേക്കും കുഞ്ഞയ്ക്ക് മനസ്സിലായി, കുഞ്ഞെ വിചാരിക്കുന്ന ആളല്ല അച്ഛാമ്മ എന്നുള്ളത്. പണ്ടേ ചേട്ടൻ പറയുമായിരുന്നു, അമ്മയുടെ ശരീരത്തിൽ കുഞ്ഞുങ്ങൾ തൊടുന്നതോ വലിയ ആൾക്കാർ തൊടുന്നതോ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ ഈ ഭൂമിയിൽ എനിക്ക് തോന്നുന്നു സ്നേഹിക്കുന്ന എന്നെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ചിലപ്പോൾ അമ്മ ഇപ്പൊ തന്നെ വീഡിയോയിൽ തന്നെ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നീ ഇല്ലെങ്കിൽ എനിക്ക് ആരും വെച്ച് വിളമ്പി തരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനില്ലെങ്കിൽ അമ്മയ്ക്ക് ഫുഡ് കിട്ടില്ല എന്നുള്ള പേടി കൊണ്ടായിരിക്കും അമ്മ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്. അമ്മയ്ക്ക് കൃത്യമായിട്ട് അമ്മയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നിരിക്കണം. ആഹാര സമയത്ത് തന്നെ കിട്ടണം, അമ്മയ്ക്കുള്ള തുണി കറക്റ്റ് സമയത്ത് കിട്ടണം, ഗുളിക കറക്റ്റ് സമയത്ത് കിട്ടണം. അപ്പൊ ഇതൊക്കെ ഞാനുണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. അല്ലാണ്ട് എനിക്ക് അറിയില്ല എന്താണ് ഇങ്ങനെയെന്നുള്ളത്. എന്തായാലും ഞാൻ വല്ലാണ്ട് പേടിച്ചു. അപ്പൊ ഇതൊക്കെ നിങ്ങളിൽ എത്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ച് പലരും, അമ്മ ബൈ ബർത്ത് ഇങ്ങനെയാണ് കേട്ടോ, എല്ലാവരും ചോദിച്ചു അമ്മ പ്രസവശേഷമാണ് എങ്ങനെ ആയെന്ന് കുറേ പേര് പറഞ്ഞു. അല്ല, അമ്മ ബൈ ബർത്ത് ഇങ്ങനെയാണ്. അമ്മയുടെ അമ്മയ്ക്കും വയ്യായ്ക ഉണ്ടായിരുന്നു. അമ്മയുടെ കഥ പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. കഥ പറയാൻ പറ്റില്ല, കാരണം അമ്മയുടെ എല്ലാം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ അമ്മയുടെ കഥ പറയുന്നവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് നിങ്ങളിൽ ഞാൻ എത്തിച്ചു. നാളെ ഒരു രാവിലെ എന്തെങ്കിലും വലിയൊരു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് തന്നെ നിങ്ങളെ കേട്ടെന്ന് കരുതുക. ഞാൻ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. എനിക്കിതൊന്നും വലിയ ഇമോഷൻസ് ആയിട്ട് ഞാൻ എടുക്കില്ല. ഞാൻ ദേഷ്യ ഭാവവും എൻ്റെ ഫേസിൽ വരില്ല. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് തന്നെ കേട്ടാൽ നിങ്ങൾ അവരിങ്ങനെ അല്ലായിരുന്നല്ലോ, ഭയങ്കര സ്നേഹത്തിലായിരുന്നില്ലേ, അപ്പൊ പിന്നെ ഇത് വേറെ എന്തോന്നൊക്കെ ചിന്തിക്കും. കാരണം ചിന്തിച്ചു പോകും, മനുഷ്യരല്ലേ. അതുകൊണ്ടാണ് അമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഇന്നലെ എനിക്ക് കാർത്തികയിൽ വന്നപ്പോൾ ഞാൻ അത് നിങ്ങളെ അറിയിച്ചത്. വല്ലാണ്ട് പേടിച്ചു, വിഷമം വന്നു. കാരണം നമ്മള് മറ്റേ ആരോ പറഞ്ഞു പെരുമ്പാമ്പിന് ആഹാരം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ചേട്ടൻ എന്നോട് പറഞ്ഞാണ്, നീ പെരുമ്പാമ്പിനെ വളർത്തുന്ന അവസ്ഥയാണ് അത് വയറൊഴിപ്പിച്ച് ഇത് വായൊഴിപ്പിച്ചിട്ട് അവസാനം നിന്നെ വിഴുങ്ങുന്ന അവസ്ഥയിലോട്ട് എത്തി എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു. എനിക്കത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ചേട്ടൻ വന്ന ഉടനെ ചോദിച്ചത് എന്താണ് കൊച്ചിനെ ചെയ്തതെന്ന് ചേട്ടൻ ദേഷ്യത്തിൽ ചോദിച്ചപ്പോ പറയാണ്, ഞാൻ മുടി ചുറ്റിപ്പിടിച്ച് കഴുത്തിലൊന്ന് ചവിട്ടയിലേ ചെയ്തോളൂ. ചേട്ടനോട് പറയാ, മുടി ചുറ്റിപ്പിടിച്ച് കഴുത്തിലൊന്ന് ചവിട്ടയിലേ ചെയ്തോളൂ എന്ന്. ചേട്ടനത് ഞാൻ പറഞ്ഞിട്ടോ നന്ദപ്പൻ പറഞ്ഞിട്ടോ പോലും ചേട്ടൻ ഒരു നിമിഷം ശരിയായിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പോയി ചോദിച്ചത്. പക്ഷെ എന്റെ സ്ഥാനത്ത് ചേട്ടനാണ് അത് കണ്ടിരുന്നെങ്കിൽ, ആ സ്ഥാനത്ത് എന്റെ ഞാൻ നിൽക്കുന്നതിന് പകരം ചേട്ടനാണെന്നല്ല ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്നിങ്ങനെ നിങ്ങളുടെ മുമ്പ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇരിക്കില്ലായിരുന്നു. ചേട്ടൻ അമ്മ എന്തെങ്കിലും ചെയ്തേനെ. ചേട്ടൻ്റെ രീതി അങ്ങനെയാണ്. ചേട്ടൻ മാക്സിമം കടിച്ചു പിടിച്ചിട്ട് പ്രതികരിച്ചാൽ താങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അമ്മയോടൊന്നല്ല നമ്മളോടൊന്നല്ല ആരോടാണെങ്കിലും പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യില്ല. റിയാക്ട് ചെയ്താൽ താങ്ങാനും പറ്റത്തില്ല. എസ്പെഷ്യലി അമ്മയുടെ കാര്യത്തിൽ ചേട്ടന് പറ്റില്ല, അമ്മയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാര്യം ചേട്ടൻ പറയും, ഞാൻ സഹിച്ചു, ഇനി എൻ്റെ മക്കളും സഹിക്കണോ, അത് ഞങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ. ഇങ്ങനത്തെ ഒരു ടോണാണ് ചേട്ടന്.
കാരണം ചേട്ടൻ അന്ന് അനുഭവിച്ചപ്പോൾ പിടിച്ചു മാറ്റാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല, സഹിക്കേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ചേട്ടന്റെ മക്കൾ അനുഭവിക്കുമ്പോൾ പിടിച്ചു മാറ്റാൻ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നിട്ടും ഈ അവസ്ഥയാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് ചേട്ടൻ റിയാക്ട് ചെയ്താൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ അത്രയും അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നത്തിൽ സത്യമായിട്ട് ഞാൻ ഇടപെടില്ല. കാര്യം എനിക്ക് പറ്റില്ല. അവർ രണ്ടുപേരുടെ രീതിയും ഒരേ മൈൻഡാണ്. അമ്മയും വിട്ടുകൊടുക്കില്ല, ചേട്ടനും വിട്ടുകൊടുക്കില്ല. അമ്മയെന്ന് വെച്ചാല് അമ്മ ഒരു വേറൊരു വൈബാണ് ആ സമയത്ത്. അമ്മയെന്ന് വെച്ചാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ അതേ മോനല്ലേ, ആ മോനും പറ്റില്ല. പക്ഷെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇന്നിങ്ങനെ നിങ്ങൾ മുമ്പ് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ചേട്ടനാണെങ്കിൽ അമ്മ എന്തെങ്കിലും ചെയ്തേനെ. അവിടെ ഒരു സ്റ്റൂളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്റെ ഏറ്റവും വലിയ സങ്കടം, കുറെ പൊട്ടിയ കല്ലുകളുണ്ടായിരുന്നു. ഇതങ്ങാനും എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്റെ ഭഗവാനെ, സത്യമായിട്ട് ഞാൻ ഒരു സെക്കൻഡ് എന്റെ പട്ടികളോട് മാത്രമേ എനിക്ക് നന്ദി പറയാനുള്ളൂ. അവര് വിളിക്കാൻ ഒരു സെക്കൻഡ് വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മ ആ ജഗിട്ട് ആ കൊച്ചിനെ അടിച്ചേനെ, അല്ലെങ്കിൽ കല്ലിട്ട്. അവിടെ കുറേ പൊട്ടിയ കല്ലുകൾ ഉണ്ടായിരുന്നു. ആ വീഡിയോ, ആ സ്ഥലം വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെയാണ് ഇതൊക്കെ നടന്നത്. ഈ കല്ലുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞ. ഞാൻ വന്നപ്പോ അമ്മ ഞാൻ ഈ ഇരിക്കുന്ന മാതിരി ഇവിടെ തറയിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കാലുകൊണ്ട് കൊച്ചിനെ ചവിട്ടിയിട്ടാണ് കൊച്ചിങ്ങനെ കിടക്കുക. ഇങ്ങനെ എനിക്കത് ഓർമ്മ പോലും ഇല്ല. ഇങ്ങനെ കിടക്കുന്നതിന്റെ കാല് മാത്രം ഇവിടെ എങ്ങാണ്ടേ ഉണ്ട്. ബാക്കിയൊക്കെ അമ്മേടെ കാലിന്റെ കീഴിലായിപ്പോയി. അവൾക്ക് മിണ്ടാൻ പറ്റണില്ല എന്റെ കുഞ്ഞിന്. ഇത്രയും കല്ല് ഇവിടെ കിടന്ന് എന്തെങ്കിലും കല്ലിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ. പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവള് ഒച്ചയൊന്നും ഞാൻ കേട്ടിരുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇനി നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് കാണുന്ന വീഡിയോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കാർത്തികയുടെ അന്ന് രാത്രി ഞങ്ങൾ ഇവിടേക്ക് ഇരുന്ന് ഒക്കെ അവിച്ചും പറക്കൊക്കെ ഇരുന്നതായിരുന്നു. അപ്പൊ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഫിനിഷ് ചെയ്യാത്തൊരു വീഡിയോ ആയിരിക്കും കാണുന്നത്. അത് ഇതാണ് ഈ വീഡിയോയുടെ ഇത് നടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആണ്. എന്തായാലും അങ്ങനെ ഒരു മൊമെന്റ്, ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇനി ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മറന്നാ മതി എന്നുള്ള ഒരു സ്റ്റേജായി. ഓർക്കരുത്. കാര്യം ഓർത്താല് ചിലപ്പോൾ എന്നെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭീതി ഉണ്ടാക്കും എന്നിലെ. മറക്കണം. പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ അമ്മയെ ഉപേക്ഷിക്കുന്നു, അമ്മയുടെ സ്നേഹത്തിന് കുറവ് വന്നു, അല്ലെങ്കിൽ അമ്മയെ ഇനി നോക്കില്ല എന്നൊന്നും അല്ല അർത്ഥം. ഇത്രയും ദിവസം എങ്ങനെയാണോ ഞങ്ങളുടെ ചാനൽ പോയത് അതുപോലെ തന്നെ ഞാൻ അമ്മ ഇനി വീഡിയോ നിങ്ങളുടെ മുന്നേ എത്തിക്കും. ഞാൻ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ തന്നെ അമ്മയെ കെയർ കൊടുത്ത് സ്നേഹം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. അതിലൊന്നും ഒരു മാറ്റവും വരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്താണെന്നെങ്കിലും നിങ്ങൾ എന്റെ വിഷമവും സന്തോഷവും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിച്ചു എന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരും ഒരു നായ്ക്കുട്ടിയെങ്കിലും നിങ്ങളെ വീട്ടിൽ വളർത്തുക. കാരണം എൻ്റെ കുഞ്ഞയ്ക്ക് ഇന്നലെ സംസാരിക്കാൻ പറ്റിയില്ല, അലറി വിളിക്കാൻ പറ്റിയില്ല. അമ്മ അലറി വിളിച്ചാൽ ഞങ്ങൾ ഓടി വരും എന്നറിയാവുന്നതുകൊണ്ടാവണം അമ്മയും മിണ്ടിയില്ല, കുഞ്ഞിനെ മിണ്ടാൻ സമ്മതിച്ചില്ല. എൻ്റെ പട്ടികളുടെ അസ്വാഭാവികമായിട്ടുള്ള വിളി എന്നെയും നന്ദനെയും ചിന്തിപ്പിച്ചത് അവരുടെ വിളിയാണ്. കൂടിനകത്ത് കിടക്കുന്ന പട്ടികളാണ്. ഒറ്റ ആൾ പോലും വെളിയിലില്ല. അവർക്ക് കാണാൻ പറ്റില്ല. കാരണം വർക്ക് ഏരിയ മതിലുകൊണ്ട് കെട്ടിപ്പൊക്കിയേക്കാണ്. ഇതിനകത്ത് എൻ്റെ കുഞ്ഞയുടെ ഞെരിപിരിത്തവും അമ്മയുടെ വാക്കില്ലാത്ത സൗണ്ടും മാത്രം വെച്ചിട്ട് എന്തോ അതിനകത്ത് നടക്കുന്നു എന്ന് എൻ്റെ പട്ടികൾ എന്നെ അറിയിച്ചു. ഒരു അത്ഭുതം എന്ന് പറയുന്നത്, ഇതിനകത്ത് കുരയ്ക്കാത്ത പട്ടിയുണ്ട്. അവള് വരെ ഇന്നലെ കുരച്ചു. പിങ്കി അവള് കുരയ്ക്കാറില്ല. അവള് യാതൊരു കാരണവശാലും കുരയ്ക്കാറില്ല. അവളെന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ ചിക്കന്റെ കാല് കടിച്ച് പറിക്കുമ്പോഴോ അല്ലെങ്കിൽ മീനിന്റെ മുള്ളെടുത്ത് എറിയുമ്പോഴോ ഒക്കെ വേണ്ടി അതിനു വേണ്ടി വിളിക്കുന്നല്ലാണ്ട് അവള് കുരയ്ക്കാറില്ല. അല്ലെങ്കിൽ ഇച്ചിടാൻ വിളിക്കും. അവള് പോലും ഇന്നലെ വിളിച്ചു. അവൾക്കും കാഴ്ച കാണാനൊന്നും പറ്റില്ല. പറഞ്ഞു വരുന്നത്, ഓരോരുത്തരും ഒരു നായ്ക്കുട്ടിയെങ്കിലും നമ്മളെ വീട്ടിൽ വളർത്തുക. നമ്മൾ മനുഷ്യർ കൊടുക്കുന്നതിനെക്കാട്ടിയും എന്താ പറയാ 100 മടങ്ങ് അവർ നമ്മളെ സ്നേഹിക്കും. അവര് നമ്മളെ ജീവന് വേണ്ടിയിട്ട് അവര് ചത്തു നിൽക്കും. ഇന്നലെ അതിലേതെങ്കിലും ഒരു പട്ടി വെളിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ശോഭനാമ ഇന്നലെ ഉപദ്രവിച്ചാനെ ഉറപ്പാണ്. കാരണം കൂട്ടിനകത്തിടുന്ന അവർ ഇത്രയും ബഹളം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവർക്ക് അറിയത്തില്ല അതിനകത്ത് എന്തോ നടക്കുന്നുണ്ടെന്ന്. അവർ കയറും. എന്റെ ഡോറ ഇന്നലെ ഉണ്ടായിരുന്നു. എന്റെ ഡോറയിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞ എന്റെ ഡോറ എപ്പോഴും തുറന്നു വിട്ടിരിക്കും. കാര്യം അമ്മയുടെ വയലൻസ് ആയിട്ടുള്ള ഒരു വോയിസ് മതി എന്റെ ഡോറയ്ക്ക് അറിയാം. ഡോറ ഓടി വരും. അവൾക്ക് ജീവനുണ്ടെങ്കിൽ ഓടി വരും. അവൾ ഇന്നലെ ഭയങ്കര വിളിയായിരുന്നു. എന്റെ ഡോറ പെണ്ണ് വെളിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞമ്മ തൊടില്ലായിരുന്നു. അവൾക്കറിയാം അമ്മ എന്താണെന്നുള്ളത്. അവൾക്കല്ല, ഈ വീട്ടിലെ ഓരോ പട്ടികൾക്കും അമ്മ അറിയാം. അമ്മയുടെ സൗണ്ട് മാറിയ ഡോറ കുരയ്ക്കും, ഡോറയുടെ പുറകെ ബാക്കി എല്ലാവരും കുരയ്ക്കും. അമ്മ കുഞ്ഞ് വെളിയിൽ നിൽക്കുമ്പോഴാണ് അമ്മ വെളിയിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ ഡോറ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറില്ല, നന്ദന്റെ അടുത്തുനിന്ന് മാറില്ല. അവനറിയാം, അവർക്കറിയാം ആ പട്ടികളെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു നായ്ക്കുട്ടിയെങ്കിലും എല്ലാവരും വളർത്താൻ ശ്രമിക്കുക. നല്ലതാണ്. നന്ദി ഉണ്ടാവും അവരുടെ. എന്റെ കുട്ടികൾ ഇന്നലെ എന്നെ അറിയിച്ചില്ലേ ഇത് എന്റെ കൊച്ചിന് എന്തോ സംഭവിക്കാൻ പോകുന്നു ഓടിച്ചെല്ലെന്ന്. അതുമാതിരി അറിയിക്കും. അപ്പോ വീണ്ടും പറയുന്നു, അമ്മയെ ആരും വെറുക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എന്നെ ആരും വെറുക്കരുത്. ഞാൻ ഇത്തിരി നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്നെ ആരും വെറുക്കരുത്. ഞങ്ങളെ ഫാമിലി ആരും അവോയ്ഡ് ചെയ്യരുത്. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് മുന്നോട്ട് വരും.
എല്ലാ സ്ത്രീകൾക്കും, എല്ലാ പുരുഷന്മാർക്കും, എല്ലാ മക്കൾക്കും, എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ കാണിച്ചു തരുന്ന ഒരൊറ്റ മാതൃകയുള്ളൂ. മറ്റുള്ളവർക്ക് എന്ത് ഡിസേബിലിറ്റി ഉണ്ടെന്നോ മറ്റുള്ളവർക്ക് എന്ത് കുറവുണ്ടോന്നോ അറിയേണ്ടത് നമ്മൾ അവരെ മാക്സിമം സ്നേഹിക്കുക. നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ പരിഗണനയും കൊടുക്കുക. അവർക്ക് വയ്യായിക ഉണ്ടാവും, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. ഞാൻ ഇപ്പോഴും എൻ്റെ ചാനൽ വഴി ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, പൈസയ്ക്കോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ ഒന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. വയ്യായികയുള്ള ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തിയാൽ അവർ കൂടുതൽ അവർ വയ്യായികയിലോട്ടേ പോവുള്ളൂ. മാക്സിമം നമ്മൾ ചേർത്ത് പിടിച്ചാൽ അവർക്ക് നല്ല മാറ്റം വരും. അത് മോട്ടിവേഷനായിട്ട് തന്നെയാണ് നിങ്ങൾ കാണേണ്ടതും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കണ്ടിന്യൂറ്റി ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും ഉണ്ടാവും വീഡിയോസ്. നാളെ വീണ്ടും പുതിയ വീഡിയോകൾ വരും. അപ്പോൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് ആർക്കും വിഷമവും വേദന ഒന്നും തോന്നരുത്. മക്കളോട് പറഞ്ഞിട്ടില്ല അച്ഛമ്മേടെ അടുത്ത് പോകരുതെന്ന്. എന്തിനു പോയത്? എന്തിന്? മുടുക്ക പോകുമ്പോഴല്ല